രജിസ്റ്റർ ഓഫീസിൽ ബാലയും കോകിലയും. സ്വത്തുക്കൾ മുഴുവൻ ഭാര്യ കോകിലയ്ക്ക് കൈമാറിയതോ അതോ മറ്റെന്തെങ്കിലുമോ? ബാലയെയും ഭാര്യയെയും കണ്ടത് എടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ. 250 കോടിയുടെ സ്വത്തുക്കളുടെ ഉടമയാണ് നടൻ ബാല. കേരളത്തിൽ നിന്നും തുടരെ 2 വിവാഹങ്ങൾ ചെയ്ത നടൻ പിന്നീട് സ്വന്തം കുടുംബാംഗം കൂടിയായ കോകിലയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഗായിക അമൃത സുരേഷിനു ശേഷം നിയമാനുസൃതമായി വിവാഹം ചെയ്തത് കോകിലയെ മാത്രമാണ്. പോയ വർഷമാണ് ബാല കോകിലയെ വിവാഹം ചെയ്തത്. കോകിലയെ താലി ചാർത്തിയതിന് തൊട്ടുപിന്നാലെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പുവെക്കുന്ന ബാലയുടെ ദൃശ്യം വൈറലായിരുന്നു. ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള ദൃശ്യവുമായാണ് ബാലയുടെ വരവ്. ദൃശ്യം പരിശോധിച്ചാൽ ബാല ഓഫീസിന്റെ അകത്തെ ക്യാബിനിൽ ഇരുന്ന് പേപ്പർ വർക്കുകൾ തീർക്കുന്നതും കോകില പുറത്ത് സന്തോഷത്തോടെ കാത്തുനിൽക്കുന്നതും കാണാം. കൊച്ചിയിൽ വെച്ചാണ് ബാലയും കോകിലയും വിവാഹിതരായത്. അന്ന് രജിസ്റ്റർ ചെയ്ത വിവാഹമായതിനാൽ ഇനി വീണ്ടും അതിനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയാൻ പോകുന്ന വേളയിൽ തനിക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ സ്വത്തുക്കളുടെ അവകാശിയാവും ആ കുട്ടിയെന്ന ശുഭാപ്തി വിശ്വാസം ബാലയ്ക്കുണ്ട്. എന്നാൽ കോടികളുടെ സ്വത്തുകൾ നൽകി കോകിലയെയും ബാല ഒഴിവാക്കി. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു, ജീവാംശം കിട്ടിയ സന്തോഷത്തിലാണ് കോകില എന്നൊക്കെയാണ് ചിത്രങ്ങൾക്ക് ആളുകളുടെ രസകരമായ കമന്റുകൾ.